21-ാം നൂറ്റാണ്ടിലും ഈ ചോദ്യത്തിന് എന്താണ് പ്രസക്തി എന്നുണ്ട്. ചോദ്യം മറ്റൊന്നുമല്ല, പ്രേതമുണ്ടോ ഇല്ലയോ. നമുക്ക് സിമ്പിളായിട്ട് പറയില്ല. എന്തുകൊണ്ട്? ഉണ്ടെന്ന് പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ടെന്ന് പറയുന്ന ഒരുപാട് ആളുകളെ കാണിച്ചാൽ കാരണമുണ്ടോ? അവര് കണ്ടിട്ടുണ്ട്. എങ്ങനെ കണ്ടിട്ടുണ്ട്? അവരുടെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അവർ അനുഭവിച്ചിട്ടുണ്ട്, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്, അതായത് ഇപ്പോൾ നമുക്ക് കുറച്ച് പുറകോട്ട് പോവാം. പണ്ട് കാലം മുതൽ മനുഷ്യർ സർവൈവ് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഭയം ഇത് മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. മനുഷ്യന് സർവൈവ് ചെയ്യാനൊരു ആവശ്യമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇത് വേറൊരു മെഡിക്കൽ സയൻസുമായിട്ടും കൂടെ നമുക്ക് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ഇതിനു മുമ്പിട്ട് നമുക്ക് അപസ്മാരം പോലുള്ള രോഗങ്ങളിലേക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മുടെ തലച്ചോറ് വഴിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നോക്കിയത്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തലച്ചോറിൻ്റെ ഒരു പ്രത്യേക ഭാഗം ആക്റ്റീവ് ആവുന്ന സമയത്ത് ഈ പേഷ്യൻസിന് ഒരു രൂപം കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഡോക്ടറിന് മനസ്സിലായി. ഇത് ഒരുപാട് ആളിലേക്ക് പരീക്ഷ പോയി. അപ്പോൾ എല്ലാവർക്കും തനിക്ക് പുറകിലായിട്ടോ ഫ്രണ്ടിലായിട്ടോ ഒരു രൂപം, ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ മരിച്ചു പോയവരെ കാണാറുണ്ട്, അങ്ങനെ ഒരു രൂപം കാണുന്നതായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എന്താ ഇത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, അത് ഇലക്ട്രിക് പവർ കൊടുക്കുന്ന സമയത്ത് തലച്ചോറിൽ ആ ഭാഗം ആക്റ്റീവ് ആകും, ഇതുണ്ടാവും. ഈ സ്വിച്ച് ഓഫ് ആകുന്ന സമയത്ത് ആ രൂപം മാഞ്ഞു പോകും. നമുക്കൊരു സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഈ രൂപത്തെ ഉണ്ടാക്കാനും മായ്ക്കാനും സാധിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലായിക്കൂടെ? പക്ഷെ അത് പ്രേതമാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? പ്രേതങ്ങൾ എന്ന് പറയാൻ ഇന്നവരെ പ്രേതം കൊന്നെന്ന് പറഞ്ഞൊരു കേസ് ഒഫീഷ്യലായിട്ട് ഒരുപാട് കേസുകളുണ്ട്. ഏത് കേസുകളാ? പാരാനോർമൽ എക്സ്പീരിയൻസ് വഴി ഇപ്പോ അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ ഇന്റർവ്യൂകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രേതത്തെ വിളിച്ചു വരുത്തി കേസ് ലയിപ്പിച്ച കഥകൾ വരെ അദ്ദേഹം പറയുന്നുണ്ട്. കണ്ടുപിടിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ ഇത് അമേരിക്ക, മറ്റുള്ള രാജ്യങ്ങളും ഇത്തരത്തിലുള്ള കേസുകൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ച് ഇപ്പോഴും ഫയലുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒന്നാകെ നമ്മൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒന്നാകെ പ്രേതം എന്നൊരു കൺസെപ്റ്റ് വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോ എക്സ്പെരിമെന്റിന്റെ കാര്യം പറഞ്ഞു. എക്സ്പെരിമെന്റ് വരെ നമുക്ക് പലതും കാണിക്കാൻ കഴിയുമോ? എങ്ങനെ? ഇപ്പോ VR കാലഘട്ടമാണ്, ചിപ്പുകളുടെ കാലഘട്ടമാണ്, തലച്ചോറിൽ വല്ല ചിപ്പുകൾ വെക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല, എക്സ്പെരിമെന്റുകൾ വഴി നമുക്ക് പലതും ചെയ്യാം. ഇപ്പോ ഗർഭിണിയായിട്ടുള്ള പീരിയഡ്സ് പെയിൻ അനുഭവിക്കാം, അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോഴുള്ള വേദന അനുഭവിക്കാൻ വയറ്റിൽ നമുക്ക് ഇന്നത്തെ എക്സ്പെരിമെന്റുകൾ വഴി കഴിയുള്ളൂ. അപ്പോൾ അതേപോലെ ഇപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് പരിമിതികളുണ്ട്, മനുഷ്യന്റെ കണ്ണുകൾക്ക് പരിമിതികളുണ്ട്, 360 അല്ല. ഇപ്പോൾ കണ്ണുകൾക്ക് നമുക്ക് ഇപ്പോൾ മിററുകൾ പോലെ, ഇപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് വാഹനത്തിൽ ചില വണ്ടികൾ വരുമ്പോൾ വലിയ വാഹനങ്ങൾ കാണാത്തത്, അങ്ങനെ ഡാർക്ക് സ്പേസ് കൊണ്ടാണ്. അപ്പോൾ ചില സ്ഥലങ്ങൾ അത് കാണത്തില്ല. അതേപോലെ തന്നെയാണ് മനുഷ്യന്റെ കണ്ണുകൾ. ഇപ്പോൾ മനുഷ്യന്റെ കണ്ണുകളെ പറ്റി പഠിക്കുന്ന ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടാണ്, എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയാത്തത്. ഇപ്പോൾ ചിലപ്പോഴും നമ്മൾ വിളിക്കുന്നത്, അമ്മ എൻ്റെ സാധനം കണ്ടോ, ഞാൻ ഇവിടെ മൊത്തം നോക്കി കണ്ടില്ല, പക്ഷെ അമ്മ വരുമ്പോൾ അത് കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കണ്ണുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കണ്ണുകൾ വെച്ചല്ലല്ലോ നമ്മൾ ഒരിക്കലും പ്രേതത്തെ കാണുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ തലച്ചോറിന് പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മൾ കാണുന്നതൊക്കെ ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 100% ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് നടന്നൊരു സംഭവം. ഒരു ഓഫീസിൽ, എനിക്ക് കൃത്യമായിട്ട് ഡേറ്റോ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാത്ത, അപ്പോൾ ഒരു ഓഫീസിൽ മിക്ക ആൾക്കാർക്കും അവിടെ ഒരു എന്തോ ഉണ്ട്, അതായത് ചില രൂപങ്ങളെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും പേടിച്ചിരിക്കുന്നു. അവിടെ എല്ലാവർക്കും പേടിയാണ് റൂമിലിരിക്കാൻ. അപ്പോൾ ഒരു പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, പുള്ളി സയൻറ്റിസ്റ്റാണ്. പുള്ളി അവിടെ ഇരിക്കുന്നു, പുള്ളിക്കും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടാകുന്നു. പക്ഷെ പുള്ളി പേടിച്ചില്ല. പുള്ളി അതെന്തുകൊണ്ടാണെന്നുള്ളത് തിരിഞ്ഞു നോക്കി. അപ്പം നോക്കിയ സമയത്ത് എന്താ, കണ്ണിൻ്റെ ഫ്രീക്വൻസിക്ക് തുല്യമായിട്ടുള്ള ശബ്ദതരംഗങ്ങൾ, അവിടെ ഒരു എക്സോസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശബ്ദതരംഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള കണ്ണിൻ്റെ ഫ്രീക്വൻസിക്ക്, എനിക്ക് തോന്നുന്നു 19 സംതിങ് ഫ്രീക്വൻസി ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ഫ്രീക്വൻസി മൂലം കണ്ണിൻ്റെ കോർണർ ഭാഗങ്ങളിൽ ഒരു രൂപം തെളിഞ്ഞു വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ മെയിൻ ഫോക്കസ്, നമ്മുടെ മെയിൻ വിഷൻ വരുന്ന സമയത്ത് ഇല്ലാതാവും. അല്ല, ഇതെല്ലാം രഞ്ജിത്ത് പറയുന്നത് കണ്ണിന്റെ ചില ഭാഗങ്ങളെ വെച്ച് മാത്രമാണ്. ഒരു കാര്യം ചോദിക്കണം, അങ്ങനെ വിശ്വസിച്ചത് എന്താ? അവര് വിശ്വസിച്ചത് എന്താ? പ്രേതം ഉണ്ടെന്നാണ് അവര് വിശ്വസിച്ചത്. അവര് വിശ്വസിച്ചത് ശരി, അവര് വിശ്വസിച്ചത് പ്രേതം ഉണ്ടെന്നാണ്. അങ്ങനെ ഒരു സാധനം അല്ല. അതിന്
കൃത്യമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് കണ്ണുകൊണ്ട് ഇപ്പൊ ഞാനാണെങ്കിലും രാത്രി ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആരോ പുറകിലൂടെ വരുന്നത് അങ്ങനെ എല്ലാ മനുഷ്യർക്കും തോന്നും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? അല്ല, ഒരിക്കലും അല്ല. ചിലതൊക്കെ ഹാലൂസിനേഷൻ ആണ്. ഇപ്പൊ രഞ്ജിത്ത് നേരത്തെ ചോദിച്ചു നമ്മൾ കാണുന്നതെല്ലാം റിയാലിറ്റി ആണോ. അപ്പൊ നമ്മൾ കാണാത്തത് അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടു എന്ന് പറഞ്ഞതും അത് റിയൽ ആണോ റിയാലിറ്റി ആണോ എന്ന് ചോദിക്കാൻ നമുക്ക് അധികാരമില്ല. മനുഷ്യൻ എന്ന സ്പീഷ്യസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് കാണാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്, കേൾക്കാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്, ഇല്ലേ? ജനറ്റിക്കലാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കാണാൻ കഴിയുന്നതിനും കേൾക്കാൻ കഴിയുന്നതിനും വ്യത്യാസമുണ്ട്. നമുക്ക് ഈ പ്രപഞ്ചം എന്താണെന്നുള്ളത്, അതായത് ഈ യൂണിവേഴ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അപ്പോ കൃത്യമായിട്ട് പറയാൻ കഴിയാത്തൊരു കാര്യത്തിൽ വന്നിട്ട് പ്രേതം മാത്രമില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു. യൂണിവേഴ്സ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? യൂണിവേഴ്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. യൂണിവേഴ്സ് എത്രത്തോളം ഉണ്ട്? നമ്മളത് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു കാര്യം നമുക്ക് ഉണ്ട് എന്ന് പറയാൻ കഴിയും? നമുക്ക് കണ്ടുപിടിച്ച കാര്യങ്ങളില്ലേ നമുക്ക് മുമ്പ്? യൂണിവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പം പറഞ്ഞത്. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാൻ യൂണിവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല, യൂണിവേഴ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള. അതാ ഞാൻ പറഞ്ഞത്, ഇതിനൊക്കെ കണക്കുകളുണ്ട്. എന്ത് കണക്കാണുള്ളത്? എന്ത് കണക്കാണ്? യൂണിവേഴ്സിന് ഇത്ര നീളവും ഇത്ര വീതിയും ഉണ്ട് എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല. നമ്മുടെ വിഷനായിട്ട് നമുക്ക് വിഷൻ, എത്ര വിഷനുണ്ട് യൂണിവേഴ്സിന്റെ? എനിക്ക് ഇവിടുന്ന് അപ്പുറത്തെ കടകൾ വരെ ഉള്ളൂ. അത് രാഹുലിന്റെ ഇപ്പൊ കൃത്യമായിട്ടുള്ള കണക്ക് അതിനുണ്ട്. ഇപ്പൊ എനിക്കത് പറയാൻ സാധിക്കാത്ത കൃത്യമായിട്ടുള്ള ഒരു കണക്കുമില്ല യൂണിവേഴ്സ് എത്രത്തോളം ഉണ്ട് എന്ന്. എല്ലാം ഒരു ഹൈപ്പോത്തിസിസ് മാത്രമാണ്. ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഭൂമി പരന്നതല്ലെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടുത്തെ ശാസ്ത്രലോകം പറഞ്ഞിട്ടുള്ളത് ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടുത്തെ ശാസ്ത്രജ്ഞര് ദൈവമുണ്ട് എന്ന് പറയുന്നത് എത്ര ശാസ്ത്രജ്ഞർ? ഞാൻ കാണിച്ചു തരാം. ഒരുപാട് വിശ്വാസമുള്ള പെർസ്പെക്റ്റീവുകളാണ് ഓരോ ആളുകൾ. ഇപ്പൊ പ്രേതം എന്ന് പറയുന്നത് അത് ഓരോ ആളുകളുടെയും പെർസ്പെക്റ്റീവ് ആണ്. പെർസ്പെക്റ്റീവ് അല്ല, ആണ് പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പോ ഞാൻ ഒരുപാട് ആളുകളുടെ ഇന്റർവ്യൂ എടുത്തിയാണ്. ഒരാളോട് പ്രേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു പ്രേതം എന്ന് നമ്മൾ പറയരുത്. ഊർജം, എനർജി എന്നേ നമ്മൾ പറയാവൂ. അപ്പൊ എനർജി ഉണ്ട്, എനർജിയെ നമുക്ക് നശിപ്പിക്കാനോ ക്രിയേറ്റ് ചെയ്യാനോ കഴിയില്ല. അപ്പൊ അത് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ മരണപ്പെടുന്ന ഒരാളുടെ എനർജി. രാഹുലിന് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്തിനാ രാഹുൽ വിശ്വസിക്കുന്നത് പ്രേതം ഉണ്ടെന്നുള്ളത്? എനിക്ക് പ്രേതമുണ്ട് എന്ന് വിശ്വാസമില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരു നെഗറ്റിവിറ്റി അടിക്കാറുണ്ട്. ഇപ്പോ എനർജി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സെല്ലുകളില്ലേ, നമുക്ക് കോശങ്ങളില്ലേ, അപ്പോൾ ഈ കോശങ്ങളിലെ എനർജി വൈബ്രേഷൻസ് ഇല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് പൊതുവായിട്ടുള്ളത് ഒറ്റ ജീവനാണ്. അല്ല, നമ്മുടെ ബോഡിക്ക് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് നോർത്ത് പോളും സൗത്ത് പോളും. ആദ്യം ആൻസർ പറ. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ളത് ഒരു ജീവനാണോ? അല്ല, എനിക്കത് പറയാൻ കഴിയില്ല. ജീവനുണ്ട്. ഭൂമി എന്ന് പറയുന്നൊരു ഊർജ്ജസ്രോതസ്. ഞാനൊരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്താണ്? നമ്മൾ മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും എന്താണ്? നമ്മുടെ കോൺഷ്യസ് എനർജിയാണ്. ആണോ? കോൺഷ്യസ്നെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാവരും പറയും, എല്ലാ ആത്മീയ ഗുരുക്കന്മാരും പറയും നമ്മൾ എന്തിനാണ് പോകുന്നത്, ആത്മീയതയിൽ പോകുന്നത് എല്ലാം ഈ കോൺഷ്യസ്നെസ്സിന് വേണ്ടിയിട്ടാണ്. മനുഷ്യന് കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പോൾ ജീവികൾക്കും ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. മനുഷ്യന്റെ കുറച്ചുകൂടെ പരിണമിച്ചാണ് എന്നാണ് പറയുന്നത്. കുറച്ചുകൂടെ അതുകൊണ്ട് കൂടുതൽ ചിന്തിക്കാൻ കഴിയും. ഇപ്പോൾ ഒരുപാട് ജീവികളുണ്ട്. ഈ ജീവികൾക്കെല്ലാം കോൺഷ്യസ്നെസ് ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? മനുഷ്യന്റെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട മനുഷ്യൻ നല്ല എല്ലാ ജീവികളും അവരുടെ സാഹചര്യവും ചുറ്റുപാടും അനുസരിച്ചാണ് ഞാൻ ചോദിക്കുന്നത് കോൺഷ്യസ്നെസ് ഉണ്ടോ ഇല്ലയോ എന്നാണ്. നമ്മൾ ചോദിച്ച ചോദ്യം എന്താ? പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അല്ല, പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതിന് മുമ്പിട്ട് നമ്മൾ അതിലേക്ക് വരണമെങ്കിൽ എന്താണ് എന്റെ പ്രേതം എന്നുള്ള പെർസ്പെക്റ്റീവ് ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? പ്രേതത്തിന്റെ എന്നുള്ളത് എന്താ? പ്രേതം എന്നുള്ളത് ശരിക്കും ആദ്യമേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ ഉദ്ദേശിക്കുന്ന പ്രേതം എന്താണ്? ഗോസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് എന്താ രാഹുലിന്റെ? എന്റെ ഗോസ്റ്റ് എന്നൊരു കൺസെപ്റ്റ് എനിക്കില്ല യഥാർത്ഥത്തില്. ഇത് ഏതെങ്കിലും ഒന്നില് ഉറച്ചിരുന്നാലും നമുക്ക് ഒന്നുകിൽ ഗോസ്റ്റ് ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ഗോസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് എനർജികളുണ്ട്. എനർജികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്നേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഇതിനെയാണ് പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. നമുക്ക് നമ്മുടെ, അതായത് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, നമ്മുടെ ബ്രെയിൻ തോന്നിപ്പിക്കുന്ന കുറച്ച് തോന്നലുകളുണ്ട്.
ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ചോദിച്ചതിന് ഉത്തരം തന്നില്ല ലാസ്റ്റ് ചോദ്യത്തിന്. എന്ത്? എല്ലാ ജീവജാലങ്ങൾക്കും കോൺഷ്യസ്നസ് ഉണ്ടോ? ഉണ്ട്. ഇപ്പോൾ ഈ ജീവജാലങ്ങളെല്ലാം ഏറ്റവും കൂടുതലും കോൺഷ്യസ്നസ് ഉള്ളത് ആർക്കാണ്? മനുഷ്യനായിരിക്കും. മനുഷ്യനാണ്. ഇപ്പോൾ മനുഷ്യൻ എവിടെയാണ് നിൽക്കുന്നത്? ഭൂമിയിലാണ്. അപ്പോൾ നമ്മളെക്കാളും കോൺഷ്യസ്നസ് ഉള്ള ഒരു ജീവി അല്ലെങ്കിൽ ഒരു ഏതാ ഒരു ജീവനുള്ള ഒരു വസ്തു ഏതാണ്? അറിയില്ല, എനിക്കുണ്ടാകും. അതായത് നമ്മൾ ഭൂമിയിലാണ് നിൽക്കുന്നത്, നമുക്ക് കോൺഷ്യസ്നസ് ഉണ്ട്. ഭൂമിയിലുള്ള മറ്റെല്ലാ ജീവജാലങ്ങൾക്കും വ്യത്യസ്ത കോൺഷ്യസ്നസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഭൂമിയിലാണ് നിൽക്കുന്നത്. ഭൂമിക്ക് ജീവനുണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഭൂമിക്ക് ജീവനുണ്ടോ? ഭൂമിക്ക് ജീവനുണ്ട്. നമുക്ക് ജീവനുണ്ടെങ്കിൽ, നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയിലാണ് ജീവിച്ചിരിക്കുന്നത്. ഭൂമിക്ക് ജീവനില്ലേ? ഇതിപ്പോ ഉദ്ദേശം എന്താ? ഭൂമിക്ക് ജീവനുണ്ടോ? ഭൂമിക്ക് ജീവനുണ്ടോന്ന് ഞാൻ ഭൂമിക്ക് ജീവനല്ലെന്ന് പറയാം. ഭൂമിക്ക് ജീവനില്ല. പക്ഷെ ഞാൻ പറയും ഭൂമിക്ക് ജീവനുണ്ട്. എന്തുകൊണ്ടാ? നീ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിക്കും ജീവനുണ്ട്. എനിക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ എന്നെ ഉണ്ടാക്കിയ ഈ പ്രപഞ്ചത്തിന് എന്നേക്കാൾ നന്നായിട്ട് ചിന്തിക്കാൻ അറിയാം. പ്രപഞ്ചവും ഭൂമി ഇതൊക്കെ വിട്ടിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താ? ഇപ്പൊ രാഹുൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ദിശയിലേക്ക് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ചിന്തകൾ, ഈ ചിന്തകൾ 100 ഞാൻ പറയാം. ഇപ്പൊ രഞ്ജിത്ത് പറയുന്ന പ്രേതം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? എവിടാ? എന്റെ മരണശേഷമാണ്. ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. അല്ല, മരണശേഷമാണോ പ്രേതമുള്ളത്? പറയുന്ന ഒരാളുടെ അടുത്ത് മരണശേഷം ഉണ്ടാവുന്ന ഗോസ്റ്റ് കൺസെപ്റ്റ് എന്താണ്? ഗോസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ലെന്നല്ലേ ഞാൻ പറയുന്നത്. പ്രേതം എന്ന് തന്നെയല്ലേ നമ്മൾ പറയുന്നത്, കേട്ടിട്ടുള്ളത്. എന്താണ് അത്? ഞാൻ പറഞ്ഞത് ഒരാളുടെ മരണശേഷമുള്ള ആത്മാവ്. അപ്പൊ അത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എവിടേക്ക് പോകണം? എവിടെ പോകണം? നമ്മൾ ജനനത്തിന് മുന്നേക്ക് പോകണം. എന്തിന്? നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ജനിക്കുകയല്ലേ ചെയ്തത്? ഒരു കാര്യം ചോദിക്കട്ടെ, മരിക്കുന്നതിന് മുമ്പ് ജനിക്കുന്ന സാധനം ഇല്ല. ഇതൊക്കെ ഓരോ ജീവന്റെ തുടർച്ചകളാ. നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടായതുകൊണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ചിന്തിക്കാൻ കഴിവുണ്ടായതുകൊണ്ടല്ലേ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നത്. ജീവന്റെ തുടർച്ചയാ. ഒരു ജീവന്റെ തുടർച്ചകളാണ് ഈ ഭൂമിയിൽ മൊത്തം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ മറ്റൊരു ജീവന്റെ തുടർച്ചയാണ് നീ. മറ്റൊരു ജീവൻ എന്നല്ല, ജീവന്റെ തുടർച്ച. ശരി, നിനക്ക് മുന്നേ ഇവിടെ ജീവൻ ഉണ്ടായിരുന്നോ? എനിക്ക് മുന്നേ എന്റെ പൂർവികരുണ്ട്. അവർക്ക് ജീവൻ ഉണ്ടായിരുന്നോ? ജീവനുണ്ടല്ലോ, അതുകൊണ്ടല്ലേ വന്നത്. അവരുടെ ജീവനാണോ നിന്നിലൂടെ പോകുന്നത്? അതെ, ജീവന്റെ തുടർച്ചയാണ്. അപ്പൊ നിനക്ക് മുന്നേ പോകണ്ടേ? എന്ത്? നിനക്ക് മുന്നേ ഉള്ള ജീവിതത്തെ പറ്റി തിരക്കി പോകണ്ടേ? അത് മരണശേഷമുള്ള ജീവനാണ്. മരണശേഷം നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു എനർജിയാണ് പ്രേതമായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ കൺസെപ്റ്റ്. മനസ്സിലാക്കണം, ഞാൻ വാദിക്കുന്നത് എന്താ? പ്രേതമില്ല എന്നാണ്. അപ്പൊ എനിക്ക് ഇതിന് മുമ്പിട്ടുള്ള കാര്യം അറിയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജീവനെ പറ്റിയും എനർജിയെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യാലോ. അതല്ലേ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മരണശേഷമുള്ള ജീവനാണ് പ്രേതമെങ്കിൽ മരണത്തിന് മുന്നേ ഉള്ള ജനനത്തിലേക്ക് പോകണമോ വേണ്ടേ? എന്തിനാണ് പ്രേതം എന്ന് പറയുന്നത്? മരണശേഷം ജീവൻ ഉണ്ടെങ്കിൽ മരണശേഷമുള്ള എനർജി എന്റെ എനർജി ഫിസിക്സ് പ്രകാരം എനർജി ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല. അപ്പൊ എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു എനർജിയുടെ സോഴ്സ് വഴിയാണ് എനിക്ക് ഇപ്പോഴും എനർജി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോയി കഴിഞ്ഞാലും ഈ എനർജി വീണ്ടും പാസ് ചെയ്ത് അടുത്ത ആളുകൾക്ക് എനർജികൾ പകർന്നുകൊണ്ടിരിക്കും. അത് രാഹുലിന്റെ കൺസെപ്റ്റിലുള്ള ആറ്റം, നമ്മളെല്ലാം ക്രിയേറ്റഡ് ബൈ ആറ്റം. ആറ്റത്തിന് പവർ ഉണ്ടോ? പവർ ഉണ്ട്. എല്ലാ ആറ്റങ്ങൾക്കും പവർ ഉണ്ട്. ആറ്റങ്ങൾ രൂപീകരിച്ചുകൊണ്ടാണ് ഈ കാണുന്ന ഈ ഡെസ്കിന് നമ്മൾ വിചാരിക്കും ജീവനില്ലെന്ന്. പക്ഷെ ഇതിനകത്ത് ആറ്റമാണ്. അതിന്റെ മറ്റൊരു ഫോമിലുള്ള ആറ്റമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ആണോ ഇല്ലയോ? ആറ്റങ്ങളാണ്. ആറ്റങ്ങൾ എനർജിയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ബോഡിയിലെ ഓരോ പാർട്ടുകളും ഓരോ സമയവും മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഓരോ സെല്ലുകളും മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതെല്ലാം റീഫോം ആയിട്ട് അടുത്തത് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരു നശിച്ചു പോകുന്ന അതിലുണ്ടായിരുന്ന ആറ്റങ്ങൾ എവിടേക്ക് പോകും? ഈ പ്രകൃതിയിലേക്ക് തന്നെ പോകും. അടുത്ത സാധനത്തിലേക്ക് പോകും, അടുത്തതിന് വേണ്ടിയിട്ട്. രാഹുലിന്റെ കൺസെപ്റ്റിലുള്ള ഗോസ്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഇത് ഗോസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഇത് സയൻസ് പറയുന്ന കാര്യങ്ങളല്ലേ. ഞാൻ എന്താണ് പറഞ്ഞത്? നമ്മൾ ആ മരണശേഷമുള്ള ആത്മാവിനെ തേടി പോകണമെങ്കിൽ അതിന് മുന്നേ ഉള്ള എനർജിയിലേക്ക് പോകണം. ഇത് അപ്പോ എങ്ങനെയാണ് ഭൂമി ഉണ്ടായത് ഇതിലേക്ക് എത്തിച്ചെല്ലും? ഭൂമി ഉണ്ടായത്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനർജി എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ജീവന് മുമ്പുള്ള എനർജി എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് പറ. നീ ജനിക്കുന്നതിന് മുമ്പിട്ട് നീ ആരായിരുന്നു? അത് ഇതാണോ ഇപ്പോഴത്തെ കൺസെപ്റ്റ്? അത് പറഞ്ഞാലല്ല. രാഹുലിന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താ? ജനനം പറഞ്ഞെങ്കിലല്ല മരണത്തിലേക്ക് പോകാൻ. രാഹുലിന്റെ അടുത്ത് എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യരിലും, അതായത് ജാതി ഭേദമന്യേ എല്ലാ രാജ്യങ്ങളിലും മനുഷ്യരുള്ളിടത്തെല്ലാം പ്രേതം എന്നുള്ള അല്ലെങ്കിൽ ഗോസ്റ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് എന്തുകൊണ്ട് വന്നു? അതാണ് ഞാൻ ചോദിച്ചത്.
അതിനുള്ള ഉത്തരം അതിന് എന്റെ പെർസ്പെക്റ്റീവ് ആണ് ഞാൻ പറഞ്ഞത്. പെർസ്പെക്റ്റീവ് അല്ല ഞാൻ ചോദിച്ചത്. കോമൺ ആയിട്ട് അതിന് ഉത്തരം എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തിന് തർക്കിക്കണം? എന്താണെങ്കിലും ഇങ്ങനെ മുട്ടാതർക്കങ്ങളിലൂടെ പോയിട്ട് കാര്യമില്ല. നമ്മൾ ഉണ്ടാവുന്നതിന് മുന്നേ ഉണ്ടായ ചോദ്യമാണ്. ഞാൻ പറഞ്ഞു 21ാം നൂറ്റാണ്ടിൽ എന്താണ് ഈ ചോദ്യത്തിന് പ്രസക്തി എന്ന് പറയുന്നത്. മുട്ടാതർക്കങ്ങളൊന്നല്ല, നമുക്കിപ്പോ ഈ കൃത്യമായിട്ടുള്ള അറിവുകൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ പ്രേതം കാണാൻ ഇപ്പൊ രഞ്ജിത്തിന്റെ പെർസ്പെക്റ്റീവ് അല്ല ഞാൻ പറഞ്ഞത്, സയന്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് നമുക്ക് ചില സ്ഥലങ്ങളിൽ നമ്മുടെ മൂലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ചില രൂപങ്ങളെ കാണുന്നുണ്ട്, നേരെ നോക്കുമ്പോൾ അത് കാണുന്നില്ല, എന്തുകൊണ്ട്? അതിന് ഒരു വ്യക്തമായിട്ട് അത് പ്രേതമായിട്ട് എന്താ രാഹുൽ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറയുന്ന പ്രേതം അങ്ങനെയല്ലല്ലോ. താങ്കൾ പറയുന്ന പ്രേതത്തിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഗോസ്റ്റ് എന്നുള്ള പൊതുവായിട്ടുള്ള ഒരു ധാരണയെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ ധാരണയെല്ലാം രാഹുൽ സംസാരിക്കുന്നത്. രാഹുൽ ഊർജം, ആറ്റം, സയൻസ് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഗോസ്റ്റിനെ എതിർക്കുന്നു, അല്ലെ ഗോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ സയൻസുമായിട്ട് ബന്ധമില്ലാത്ത കാഴ്ചപ്പാടാണ് ഗോസ്റ്റ്. മരണശേഷമുള്ള ജീവിതത്തിലേക്ക് പോകണമെങ്കിൽ മരണത്തിന് മുന്നേയുള്ള ജീവിതത്തിലേക്ക് മരണം എന്നുള്ളത് ഞാൻ പറയട്ടെ, ജീവന്റെ തുടർച്ചയെന്ന് ഞാൻ പറഞ്ഞല്ലോ. മരണം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് സംഭവിക്കുന്ന സാധനമാണ്. ഇത് ഇപ്പുറത്ത് ഈ നമ്മളിപ്പോ ഒരേ ബീജവും അണ്ടവും ചേരുമ്പോഴും അതിനുള്ളിലും ജീവനുണ്ട്, കോശങ്ങൾക്ക് ജീവനുണ്ട്. ഈ ജീവന്റെ തുടർച്ചയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയല്ലേ ഞാൻ ആദ്യമേ ചോദിച്ചത്. ഭൂമിക്ക് കോൺഷ്യസ്നസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഭൂമി ഇല്ലെന്നല്ലേ പറഞ്ഞത്, ഭൂമിക്ക് ജീവനില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ജീവനില്ലാത്ത കാര്യത്തെ പറ്റി ഇപ്പോ പ്രേതമുണ്ടോ ഇല്ലയോ, പ്രേതത്തിന് ജീവനുണ്ടോ ഇല്ലയോ, അതാണ് ഏറ്റവും വലുത്. ഭൂമിക്കുള്ളിൽ എന്താ, ഭൂമിയുടെ ഏറ്റവും കോറിൽ എന്താ ഉള്ളത്? അഗ്നിയാണ് കോർ ഭാഗത്ത്. എന്തുകൊണ്ടാ ഗുരുത്വാകർഷണം ഉണ്ടാവുന്നത്? ഭൂമി തന്നിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്നത് എന്തുകൊണ്ടാ? ഭൂമിയുടെ കോൺഷ്യസ്നസ് അതാണ്. ഇപ്പൊ ജീവനൊരു ഡെഫിനിഷൻ ഉണ്ടാവുമല്ലോ. എന്താണ് ജീവന്റെ ഡെഫിനിഷൻ? നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നതാണ് ജീവന്റെ ഡെഫിനിഷൻ.